കെട്ടുക. എന്റെ വീട്ടിലല്ലേ കെട്ടി? 10ാം വാർഡിലല്ലേ കെട്ടീനി? 10ാം വാർഡിൽ നമ്മള് കെട്ടുന്ന പറഞ്ഞാല് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അല്ല ഇപ്പൊ ഇനി എന്റെ വീടിന്റെ മുമ്പിൽ എന്റെ ബോർഡ് കെട്ടിയിട്ടല്ലോ. നിങ്ങൾ അതിന്റെ ബോർഡ് കെട്ടിയിട്ടല്ലോ നിങ്ങള്. ബോർഡ് നമുക്ക് ഇല്ലാതെ എല്ലാവരും നോക്കൂ. അപ്പൊ ഇങ്ങക്ക് വെക്ക എനക്ക് വെച്ചുവിടാന്നാ? എന്റെ ബോർഡ് വെക്ക നിങ്ങളെ ബോർഡ് വെച്ചുവിടാന്നാ? ഞാൻ നിങ്ങളോട് പറയും മത്സരിക്കുമ്പോ ഞാൻ ആദ്യം പറഞ്ഞു വന്ന് നല്ല രീതിയിൽ മത്സരിക്കാൻ നിൽക്കുന്നത് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് നിന്നോന്നത്. എല്ലാം മോനെ നിങ്ങൾ കെട്ടിയ പോലെ എന്റെ ബോർഡ് കെട്ടിയില്ലല്ലോ. എന്റെ വീടിന്റെ മുമ്പിലല്ല അത് 10ാം വാർഡിലാ കെട്ടീനി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ബസാറിൽ ബോർഡ് കെട്ടിയത് കോൺഗ്രസിന്റെ BJP ആരെങ്കിലും ബോർഡ് കെട്ടിയത്? എന്നോടോ മത്സരിക്കുമ്പോ നമ്മള് നല്ല രീതിയിലാണ് പറഞ്ഞത്. മത്സരമായിട്ട് കാണുക. പിന്നെ ബോർഡെല്ലാം എടുത്തിട്ട് നമ്മളെ ആടെ കെട്ടിയിട്ടെല്ലാം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ പോകാൻ പറ്റൂല. എല്ലോടും ഞാൻ വെച്ചാൽ നിങ്ങൾ കെട്ടിയതിന്റെ നമ്മളെ വാർഡ് മെമ്പറിന് നമ്മളെ 10ാം വാർഡിലും കെട്ടിയിട്ടുണ്ട്. ഇന്ന് ഇപ്പൊ നിങ്ങളെല്ലാം സ്ഥാനാർത്ഥിയായത്. ഇതിന് മുന്നേ നിങ്ങൾ കുറെ ആൾ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. കെട്ടിയിട്ടുണ്ടോ നാട്ടില് ബോർഡല്ലോ? കെട്ടിയിട്ടുണ്ടോ ബോർഡ്? നമ്മുടെ നാട്ടില് സ്ഥാനാർത്ഥിമാരെ ബോർഡ് കെട്ടിയിട്ടുണ്ടോ കുറെ മുന്നല്ലോ? എല്ലപ്പോ എനക്ക് എന്റെ വീടിന്റെ മുമ്പിൽ എനക്കൊരു ബോർഡ് കെട്ടി. നിങ്ങൾ എന്തിനാ ദിലീഷ നിങ്ങൾ വെറുതെ തന്നെ ചൂടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വെറുതെ തന്നെ ചൂടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ അതിന്റെ ബോർഡ് കെട്ടിയ പോലെ എന്റെ ബോർഡ് കെട്ടിയിട്ടേ ഉള്ളൂടാ. ഞാൻ പറഞ്ഞ നിങ്ങൾ സ്ഥാനാർത്ഥിയായിക്കാരോ ചുവന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി നമ്മൾ കുറെ ഇട്ടിട്ട് നമ്മളന്ന് കുറെ നല്ലോണം നിങ്ങളൊന്നും വർത്താനം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അതൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ഞത്ത് നോക്കി ബോർഡ് കെട്ടുമ്പോ പിന്നെ നമ്മൾ പറയൂല. എല്ലാ കൂട്ടി നിങ്ങൾ എന്റെ മുമ്പിൽ കെട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്കതാകാ ദിലീഷ ഞാൻ വെച്ചത് നിങ്ങൾ എന്റെ മുമ്പിലാണ് ബോർഡ് കെട്ടിയിട്ടില്ല ഇന്നലെ. നിങ്ങളെക്കാട്ടി മുന്നേ കുറെ സ്ഥാനാർത്ഥി പറയായിട്ടുണ്ട്. ആ ബോർഡെല്ലാം നമ്മൾ ആരെയും കൂടെ ഇവിടെ ബോർഡ് കെട്ടുന്നോണ്ട് എന്താ വോട്ട് പോയി പോ? നിങ്ങള് ബോർഡ് കെട്ടുന്നുണ്ടല്ലേ നമുക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗം നമുക്ക് കിട്ടാൻ പറ്റും. എന്ന് എന്റെ ബോർഡ് കെട്ടാൻ പാടില്ലെന്നാ? എന്റെ വീടിന്റെ മുമ്പിൽ എന്റെ 10ാം വാർഡിലാണ് ഞാൻ കെട്ടിയിട്ടില്ല. ബോർഡ് കെട്ടുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി കെട്ടുക. അല്ലാണ്ട് ഏതെങ്കിലും ഇതുവരെ വെക്കാത്ത സ്ഥലത്തൊന്നും കൊണ്ടുപോയി ബോർഡ് വെക്കാൻ ആവശ്യമില്ല. ഞാൻ സ്ഥാനാർത്ഥിന്റെ വീടിന്റെ മുമ്പിലല്ലേ വെച്ചിന്? വേറെ ഏതെങ്കിലും എല്ലാം അങ്ങനെ വെച്ചിന്? വീടിന്റെ മുമ്പിൽ നിങ്ങളെ സ്ഥാനാർത്ഥിന്റെ വീടിന്റെ മുമ്പിൽ ഇതുവരെ ഏതെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ? ഞാനുള്ളതുകൊണ്ടല്ലേ മത്സരിക്കുന്നുണ്ടല്ലേ വെച്ചിട്ടുണ്ടാകുക. അല്ല എന്റെ വീടിന്റെ മുമ്പിൽ വെക്കുക. അതാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ മത്സരിക്കുന്നതുകൊണ്ട് ബോർഡ് എടുത്ത് ഉണ്ടാക്കാതാ എല്ലടും അവരെ ബോർഡ് നമ്മളെ 10ാം വാർഡില് ആ വാർഡിന്റെ അടുത്ത് ഇപ്പം ശാന്തി നഗറിൽ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എടുപ്പിച്ച് ശാന്തി നഗർ നിങ്ങൾ വെക്കുക, നമ്മളും വെക്കും, എല്ലാവരും വെക്കൂ. നമുക്ക് കഴിയുന്നത് നമ്മളെല്ലാവരും വെക്കൂ. എന്തിനാ ദിലീഷ വർത്താനം പറയുന്നത് എനിക്ക് തിരിയാത്തെ? നിങ്ങൾ വെച്ച പോലെ ബോർഡ് വെച്ചതാണ്. എല്ലാണ്ട് ഒരു ബോർഡ് വെച്ചോണ്ട് നിങ്ങളെ ബോട്ടൊന്നും നശിച്ചു പോവില്ല. ബോർഡ് നശിക്കാന്നല്ല. വീട്ടിന്റെ മുമ്പ് ഒരു കൊടി കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയൂല. ഞാൻ ഇതുവരെ പറഞ്ഞ ഇവിടെ എത്ര ബോർഡ് നിങ്ങൾ കെട്ടീനി? അല്ല ഞാൻ ദിലീഷ നീ ഇങ്ങനത്തെ വർത്താനം ഞാൻ നിന്നോട് ഇതുവരെ തെറ്റിയിട്ട് ഒരു വർത്താനം പറഞ്ഞ. ഈ കഴിഞ്ഞേന് നിങ്ങൾ എത്ര ബോർഡ് ഇവിടെ കെട്ടീനി? അങ്ങനെ പറയേണ്ടതല്ലോ. ആ സാഹചര്യം വരുന്നോണ്ട് ഞങ്ങൾ മുന്നേ പറയുന്നത് ആരെയാ പറഞ്ഞത്? എല്ലോടും ഒരു ബോർഡ് കെട്ടിയോണ്ട് എന്നാ നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന എനിക്ക് തിരിയാത്തെ? നാട്ടുകാർ മൊത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാല് പറയേണ്ട ഉത്തരവാദിത്തം അനുഷ്ഠിച്ചിട്ട് നിങ്ങളോട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. എല്ലോടും നിങ്ങളിപ്പം 11ാം വാർഡിൽ നിങ്ങളുടെ ബോർഡ് കെട്ടിയിട്ടുണ്ടല്ലോ. നമ്മളെന്താ പറഞ്ഞ? അല്ല ഇങ്ങളെ നമ്മളെന്നല്ല, നമ്മളെല്ലാവരും കെട്ടുന്നുണ്ട്. ഏത് സ്ഥലത്ത് നമുക്ക് കെട്ടാണ്ട സാഹചര്യം ഇല്ലാണ്ടില്ല പിണറായി പഞ്ചായത്തിൽ. അതെങ്കിൽ നിങ്ങൾ കെട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം കെട്ടുക. ഇത്രയും നാളും കെട്ടിയ പോലെ അല്ലാണ്ട് കെട്ടാതെ എടുക്ക പോയിട്ട് റോഡ് വെച്ചിട്ട് ഞാൻ വിജയ മത്സരിച്ചെന്ന് വെച്ചിട്ട് എന്റെ വീട്ടിന്റെ മുമ്പ് കൂടുതൽ കെട്ടുന്നത് അത് ഒട്ടും ശരിയല്ല. ഞാൻ 10ാം വാർഡിലാ കെട്ടീനി. ഒന്നുകൂടി ഞാൻ പറയാ, നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടിയ പോലെയാണ്. നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ കൊടി കെട്ടുന്നില്ലേ? വീട്ടിന്റെ പറമ്പിലല്ലേ മിറ്റത്ത്. നമ്മളെ മിറ്റാണ് അതല്ലോ. നിങ്ങളെ പറമ്പിലല്ല ബസാറ് തന്നെ നമ്മളെ സമരം തന്നെയാണ്. ആ സ്ഥലത്ത് ഒരു ബോർഡ് ഇതുവരെ വെക്കാത്ത സ്ഥലത്ത് അത് ദിലീഷ അത് ഭയങ്കരമായിപ്പില്ല ദിലീഷ. അതെനിക്ക് ഞാൻ ഇനിയിപ്പോ പറഞ്ഞോണ്ടല്ല. അതെനിക്ക് ഭയങ്കര എന്റെ വാർഡിൽ ഞാൻ എന്റെ ബോർഡ് വെച്ച് അത് എനിക്കത് തോന്നുന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ വെക്കും. അത് നിങ്ങൾ എന്നാ ചെയ്യുന്ന ചെയ്യും. നമ്മളെടുത്തു പോകുന്നില്ല. ഞാൻ അതിനൊന്നും പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങളെ സൗകര്യം നിങ്ങൾ എടുത്തോട് ഞാൻ അവിടെ കെട്ടു. അത് 10ാം വാർഡിലെ ഞാൻ കെട്ടീന് കെട്ടു. ഞാൻ പറഞ്ഞ എടുത്തു നോക്കി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാന്ന്. ഞാൻ ഒരിക്കലും ഇരുട്ടിന്റെ പറമ്പിൽ ചെയ്യുന്നല്ല. ഞാൻ നേരിട്ട് പറയും. അത് ഞാൻ നിങ്ങൾ എടുത്തിട്ട് പോട്. അതന്നെ ഞാൻ നേരിട്ട് പറയും. നിങ്ങൾ എടുത്തിട്ട് പോകേണ്ട പോട്. അല്ല എടുത്തു പോകുന്ന പിള്ളേരാരും എടുത്തു പോകുന്ന എനിക്ക് പറയാൻ പറ്റൂല. പോയിക്കോട്ടെ അത് ഞമ്മള് പറഞ്ഞില്ലല്ലോ. പോയിക്കോട്ടെ ഞമ്മക്ക് ഞാൻ മുഖത്ത് നോക്കിട്ട് പറയൂ. അല്ലാതെ നിങ്ങളെ പോലെ ഇരുട്ടിന്റെ മറവിലോ അങ്ങനെ ഇങ്ങനെ ഞാനില്ല. ഞാൻ ഇരുട്ടിന്റെ മറവിൽ എന്നാ പറഞ്ഞോട്? ഇനി ഇരുട്ടിന്റെ മറവിൽ ഞാൻ എന്നോട് പറഞ്ഞില്ല. ഇരുട്ടിന്റെ മറവിൽ ബോർഡ് എടുത്തു പോകുന്ന അങ്ങനത്തെ എനിക്ക് ഇതിന്റെ ഒന്നും താല്പര്യമില്ല. ഞാൻ പറയേണ്ട കാര്യം നേരിട്ടിട്ട് പറയും. ആരായി കഴിഞ്ഞാൽ
അത് ഞാനും നേരിട്ട് പറയും, ഞാൻ എന്നാ ചെയ്ത തെറ്റ് എന്റെ വീട്ടിന്റെ മുമ്പിൽ ഞാൻ സ്ഥാനാർത്ഥി മത്സരിക്കും, സ്ഥാനാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ 10ാം വാർഡിൽ അതും വെച്ചിന്, അതും 11ാം വാർഡിൽ ഇനിയിപ്പോ വേണ്ടിയൊക്കെ പറയും വിജയിച്ച് 11ാം വാർഡിൽ നിങ്ങളെ വാർഡിൽ വെച്ചിന്. എങ്ങനെ നേരിട്ട് സംസാരിക്കാം, നേരിട്ട് പറഞ്ഞു നിങ്ങളെ കാര്യം മുന്നേ കുറെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്, കൊടിയ ബോർഡ് വെച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഏതെങ്കിലും നമ്മളൊരു സ്ഥാനാർത്ഥി മത്സരിച്ചിന് ഇതുവരെ? ഇവിടെ ഏതെങ്കിലും ഇവിടെ വീട്ടിന്റെ മുമ്പിൽ സ്ഥാനാർത്ഥി മത്സരിച്ചിനാ? അതെന്നാ പറയുന്നേ നിങ്ങളോട് മത്സരിച്ച് അപ്പാട് ആടെ വീടിന്റെ മുമ്പിൽ കൊടിയും ബോർഡും കുത്തില്ല, ഇതൊന്നും നടത്തുന്ന കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് പയ്യെ പറയാൻ നമുക്കല്ലോ. ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് അത് സൗകര്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മളത് കഴിക്കൂല. ഞാൻ എന്നാ പറയുന്നത്? ഞാൻ കഴിക്കുന്നില്ല, കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണം. ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ മുമ്പിൽ അതും 10ാം വാർഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങൾ കഴിക്കുക. ഞാൻ കഴിക്കൂല ഞാൻ കഴിക്കൂല. ഞാൻ പിള്ളേരോടും പറയും കഴിക്കണ്ട. നിങ്ങളെ വാശിയും വൈരാഗ്യം നമുക്ക് കാണുന്നുണ്ട് തിരിയുന്നുണ്ട് കേട്ടോ. എന്ത് ഞാൻ ദിലീഷ നിങ്ങളോട് ഞാൻ സൗഹൃദത്തിലാണ് പെരുമാറി. ഞാനിപ്പം നിങ്ങളെല്ലാവരും മുമ്പിൽ എല്ലാ വീട്ടിലും ഞാൻ കാര്യം ഞാൻ നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ. ഞാൻ ഒരാളോട് ഭീഷണിപ്പെടുത്തി പറഞ്ഞ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു, ഞാൻ നിങ്ങളോട് അടിപിടി ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മൾ ജയിക്കൂല എനിക്ക് പരിപൂർണ്ണമായിട്ട് അറിയാം. നമുക്ക് ഈ വാർഡ് ജയിക്കൂല. ഉണ്ടായിക്കോട്ടെ മോനെ, അത് അതിന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ പോലെ ജയിക്കണം, എനിക്ക് ജയിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളെ പോലെ ആദർശം പറയാനും ഞാൻ പോയിട്ടില്ല അടിയും. ഞാൻ ജയിക്കൂല എനിക്ക് പരിപൂർണ്ണമായിട്ട് അറിയാം. ഞാൻ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ ഒരു ബോർഡ് വെച്ച തെറ്റായിപ്പോ തിരിച്ച ഞാൻ സ്ഥാനാർത്ഥിയോണ്ടല്ലേ എന്റെ ബോർഡ് വെച്ചിട്ട്. ബോർഡ് വെച്ച തെറ്റെന്ന് പറഞ്ഞാല് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് ഞാൻ അതും വെച്ചില്ല, അതും 10ാം വാർഡിൽ എന്റെ വീട്ടിന്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന ബോർഡ് എല്ലാ സ്ഥലത്തും വെക്കുന്നു. ഒരു സ്ഥലത്ത് അത് സ്ഥാനാർത്ഥി ഞാനല്ലേ, എന്റെ വീടായോണ്ട് എന്റെ വീട്ടിന്റെ മുമ്പിൽ അവര് 10ാം വാർഡിൽ അതും വെച്ചിട്ടില്ല. ഞാനൊരു BJP നിങ്ങളെ കോൺഗ്രസിന്റെ ഒരു ഏരിയയിൽ ഞാൻ മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ ഏരിയയിൽ ഞാൻ മത്സരിക്കുന്നു. എന്റെ വീട് കോൺഗ്രസിന്റെ കാര്യമായ സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിങ്ങളെ ബോർഡ് വെക്കാൻ വിടുവാ? ആരാ വിടാണ്ട്? ഇതെന്തിനല്ല ദിലീഷങ്ങൾ അടിക്കുന്നത്? ഞാനൊന്ന് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ സത്യം ഞാൻ ചോദിക്കാം. ഞാൻ നിങ്ങളെല്ലാം നല്ല ഒരു ആദർശമുള്ള ഒരു പാർട്ടിക്കാരാണ് ഞാൻ നിങ്ങളെ ഇത്ര നാൾ ഞാൻ വിചാരിച്ചേ. സത്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ എടോ ഇത് സൗഹൃദാടോ അടിയും പിടി ആക്കിട്ട് എന്ത് കാര്യാടോ ഇങ്ങനെ അടിയും പിടി ആക്കിട്ട് എന്താ? ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് നേരി പറയുന്നത്. ഞാനിതാ അത് ചിലപ്പോൾ പിള്ളേർ ആരും കേട്ടുപോയിക്കോട്ടെ. അത് നിങ്ങളെ മാന്യത, നിങ്ങളെ മര്യാദ എടുത്തിട്ട് പോകും. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ബോർഡ് എടുത്ത് പോകുന്ന നിങ്ങളെ മാന്യത മര്യാദ. നമ്മളത് കേസോ കുലുമാലോ നമ്മളാക്കാൻ തയ്യാറല്ല. ഞാൻ 10ാം വാർഡിലാ വെച്ചിന്, നിങ്ങൾ വെച്ചെന്റെ അപ്പുറം വെച്ചിന് പോട്ടെ. നിങ്ങൾക്ക് കേട്ടാ എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് എന്തിനാന്ന് പറഞ്ഞാല് അനക്ക് പറയണ്ട നേരിട്ട് പറയാം. അല്ലാണ്ട് ഇട്ടിനെ പറഞ്ഞ എടുത്തു പോണെങ്കിൽ അനക്ക് പറയണ്ട. അനക്കും നിങ്ങളോട് കള്ളത്തിലല്ല കാവട്ടില്ല. ഞാൻ നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ട് മത്സരം പല ആൾ നിൽക്കും. ഇനി എന്നെ കുറെ സമയം ഇനി ഭീഷണിപ്പെടുത്തുന്നത് ദിലീഷ. ഞാൻ പറഞ്ഞില്ല ഇന്നോട് ഇത്രയും ഞാൻ മനസ്സിലായി. എനിക്ക് ഈ നാട്ടുകാർ ഇപ്പം മനസ്സിലാക്കി. നിങ്ങൾ മേലുള്ള ചിരിയല്ലാണ്ട് നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ വേറെയാന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. കൂടുമ്പായാലും വെക്കില്ല എന്തായാലും വെക്കില്ല. ഞാൻ ഇപ്പം നിങ്ങളെ മനസ്സിലാക്കി. നിങ്ങൾ മേലെയുള്ള ഇത് മാത്രമല്ല നമ്മളെ മനസ്സും കാര്യങ്ങളും ഇല്ല ദിലീഷ. ഞാൻ ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടു. ഞാനെല്ലാം നിങ്ങൾ ഇപ്പൊ പ്രീതച്ച് നിന്നിട്ടുണ്ടല്ലോ. പ്രീതച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാത്ത ഞാൻ ആദ്യം ഒന്ന് വിളിച്ചിട്ട് പോയതാ. പിന്നെ രണ്ടാമത് വീട്ടിൽ വാങ്ങിച്ച് പറഞ്ഞു ഞാനോട്. പിന്നെ ഇനി ഇപ്പം പറയുന്നു അതെ അനക്ക് സത്യമല്ല. ഞാൻ ഇങ്ങോട്ട് ശരിക്കും പറയാം. അനക്കിപ്പോ നിങ്ങളെ മനസ്സിലായി. ശരിക്കും എനിക്കിപ്പോ നിങ്ങളെ മനസ്സിലായി. നിങ്ങൾ അന്നെ വേറെ തന്നെ പണ്ടേ കണ്ട് ഇപ്പൊ എനിക്ക് നിങ്ങളെ മനസ്സിലായി. അല്ല ഞാനതാ എന്റെ മക്കൾ പറയുമ്പോൾ പറയും. ഞാൻ പറഞ്ഞെ മക്കൾ നിങ്ങളെ കളിക്കാനും ഞാൻ പറഞ്ഞു നിങ്ങളെ വേറെ അതേ വേറെ തന്നെ കാണുമെങ്കില്ല നിങ്ങളോട് ഇപ്പൊ മത്സരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഇതുമില്ല. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഒരു ബോർഡ് വെച്ചോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രശ്നമാക്കുന്നത്? അതും നമ്മൾ പറയാൻ കാരണം നമ്മളെല്ലാവരും പറയാൻ കാരണം എന്താണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ മാറിയിട്ട് നമ്മളെ ഭാഗത്തേക്ക് വരുമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ വരുമ്പോ എന്ന് പറഞ്ഞാല് അതുണ്ടാവും ഒരു വൈരാഗ്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്ത് പറയുന്നത് ഞാനോട് കേൾക്കാത്ത. നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തരട്ടെ? പിരിവ് തരായിക്കാം അല്ല എന്നാ ചെയ്തരട്ടെ? എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് എന്നോട് ഇത്ര വലിയ ദേഷ്യം വൈരാഗ്യം? ഇപ്പൊ മനസ്സിലായി എനിക്ക് നിങ്ങൾ മേലെ ശരിക്കുന്നത് മാത്രം നിങ്ങൾക്ക് ഉള്ളിൽ എന്നോട് വേർപ്പാന്ന് ഇപ്പൊ മനസ്സിലായി. അതൊന്നല്ല നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നത്. അയ്യോ അതെല്ലാം അങ്ങനെയാണ്. ഇലക്ഷൻ വരെ ഉണ്ടാവും വർത്താനവും കാര്യങ്ങളും ഇതല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാ മോനെ പറഞ്ഞു 5 ഒരു ബോർഡ് എന്റെ വീട്ടിന്റെ മുമ്പിൽ അതും 10ാം വാർഡിലെ വെച്ചാൽ 11ാം വാർഡിൽ വന്ന് കയറിയിട്ട് വെച്ചിട്ടൊന്നുമില്ല. എന്നോട് എല്ലാവരും വെച്ചിട്ട് ചോദിക്കുന്നു എല്ലാം ഞാൻ കണ്ടിന്.